അനാദികാല നിത്യതയിൽ വെളിപ്പെട്ട പദ്ധതിയാണ് ദൈവ കുഞ്ഞാട് അറക്കപ്പെടുമെന്നുള്ളത്. ആമേ സ്തോത്രം. അങ്ങനെ ഒരു കുഞ്ഞാട് ആമേൻ ഗത്സമനയിൽ ആമേ സ്തോത്രം ദൈവക്രോധത്തിന് ചക്കിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുക്ക് എന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം അവിടെ വാഗ്വാദങ്ങളോ അവിടെ പിറുപിറുപ്പോ അവിടെ സ്തോത്രം ദൈവത്തോട് ദേഷ്യമോ കോപമോ ആമേ ഒന്നുമില്ലെന്ന് സന്തോഷത്തോടെ അത് വാങ്ങി പാനം ചെയ്തുവെങ്കിൽ ആമേ മറന്നു പോകരുത്, ആ ദുഃഖത്തിന്റെ പാനപാത്രത്തിന് ആമേൻ ദിവസങ്ങൾ അധികമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ മാറ്റി അനുഗ്രഹത്തിന്റെ പാത്രമാക്കി തീർത്തുവെങ്കിൽ ഈ പകൽ നീ കടന്നു പോകുന്ന തീച്ചുളിയുടെ മഹത്വം ആമേൻ വലുപ്പം എത്ര വലുതാണെങ്കിലും ആ ദുഃഖത്തിന്റെ പ്രതിസന്ധി എത്ര ആഴമുള്ളതാണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നിന്റെ കഷ്ടതയിൽ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമാകട്ടോ. സ്തോത്രം. ആലിലും മറ്റൊരു ഉദാഹരണം വേദപുസ്തകത്തില്ല. ഏറ്റവും ഉത്തമമായ ഉദാഹരണം കാൽവറിയുടെ ക്രൂശ. യേശുവിനെ നിലവിളിയ ആമേ പിറുപിറുപ്പ് കൂടാതെ വാഗ്വാദങ്ങളില്ലാതെ ആമേ സ്തോത്രം തനിക്ക് വന്നായ ആമേ ഹല്ലേലൂയ ആ പ്രതിസന്ധി ഏറ്റെടുപ്പാൻ അതിന് മധ്യേ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി തന്നെ ബലപ്പെടുത്തിയെങ്കിൽ ഈ പകൽ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാകട്ടെ, ക്ലേശമാകട്ടെ, രോഗമാകട്ടെ, നിന്നയാകട്ടെ, അവൻ നിന്നെ അവൻ കൈവിടുന്ന ദൈവമല്ല. അവൻ നിന്റെ വലങ്കരം അവൻ പിടിച്ചിട്ടുണ്ടെന്ന് ഈ പകലത് വിശ്വസിക്കും.